ശബരിമലയിൽ ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്കിന് സമയമാവുകയാണ്. ഇന്നിപ്പോൾ 28-ാം തീയതിയാണ് ധനുമാസം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ തീർത്ഥാടകർ ഒരുപാട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അത് ഏതെല്ലാം രീതിയിലാണ്? അപ്പോൾ ആദ്യം രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു ഇന്നലെയും രാഹുൽ നിന്നിരുന്നത്. ഇന്നിപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുക? ഒരുപാട് ഭക്തർ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണല്ലോ. സ്മിത, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. മകരസംക്രമ പൂജാ ചടങ്ങുകൾക്ക് ഇന്നലെ എരുമേലി പേട്ടതുള്ളലോടെ തുടക്കമായിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഇന്ന് ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിലെത്തി ഈ തിരുവാഭരണങ്ങൾ ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷമായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഇന്നും നാളെയും പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്ത് മറ്റന്നാൾ വൈകിട്ട് 5:30ഓടെയാണ് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ സ്വീകരണം നൽകും. തുടർന്ന് അവിടെ നിന്നും സ്വീകരിച്ച് ഈ ശബരിമല സന്നിധാനത്തെത്തി ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് വൈകിട്ടാണ് പ്രസിദ്ധമായ ദീപാരാധന നടക്കുന്നത്. തിരുവാഭരണം ചാർത്തിയ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക എന്ന വിശ്വാസമുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവിടെ നിന്നും ഘോഷയാത്ര പുറപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സന്നിധാനത്തെ തിരക്കാണ്. സ്മിത, ഇന്ന് ഞാൻ വന്നിട്ട് 14 ദിവസം പിന്നിടുകയാണ്. പക്ഷേ ഈ 14 ദിവസവും ഇത്തരത്തിൽ തിരക്ക് കുറഞ്ഞൊരു ദിനം ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷം തിരക്ക് കുറഞ്ഞ രണ്ടാമത്തെ ദിനം കൂടിയാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. ഇന്നലെയാണ് ഏറ്റവും കുറവ് ഭക്തർ എത്തിയ ഒരു ദിനം. ഇന്നലെ 60,000-ഓളം തീർത്ഥാടകരായിരുന്നു ശബരിമല സന്നിധാനത്തെത്തിയത്. ഇന്നും വളരെ തിരക്ക് കുറവാണ്. തീർത്ഥാടകരെല്ലാം തന്നെ പടി 18 തൊഴുത് സാവധാനം അയ്യപ്പനിലേക്ക് തൊഴുത് കയറുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ, അതായത് മകരവിളക്ക് ദിനം, ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരെയാണ് ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ നടപ്പാക്കി തുടങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ 8 മണി മുതൽ പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് പാർക്കിംഗ് അനുവദിക്കാത്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ ആ നിയന്ത്രണം തുടരും എന്നത് പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന്, വെർച്വൽ ക്യൂ സംവിധാനമാണ്. സാധാരണ വെർച്വൽ ക്യൂവിൽ 70,000 പേർക്ക് ദർശനം നടത്താൻ കഴിയുമായിരുന്നു. ഇന്നു മുതൽ അത് 60,000, നാളെ 50,000, മറ്റന്നാൾ 40,000 ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്പോട്ട് ബുക്കിങ്ങും 5,000 ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. തിരക്ക് വരും ദിവസങ്ങളിലും സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.